പടയണി കലാകാരനായ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി ആനന്ദ് സന്തോഷ് നിർമ്മിക്കുന്ന പടയണി കോലങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ ശ്രദ്ധയാകർഷിക്കുന്നു. ആനന്ദിന്റെ വിശേഷങ്ങളിലേക്ക്. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലാരൂപമായ പടയണി ഇലന്തൂരിലെ യുവതലമുറയ്ക്ക് ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. വ്രതനിഷ്ഠയോടെ പടയണി കലാകാരന്മാർ പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ചാലിച്ച് പച്ചപ്പാളയിൽ വരച്ചെടുക്കുന്ന പടയണി കോലങ്ങൾ 2-3 ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ എന്നും കാണാൻ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന പടയണി കോലങ്ങളുടെ ചെറു മാതൃകകൾ സൃഷ്ടിച്ചെടുക്കണമെന്ന ആലോചനയിൽ ആനന്ദ് നടത്തിയ ആദ്യ പരീക്ഷണം തന്നെ വിജയകരമാവുകയായിരുന്നു. പേനയും പെയിന്റും വാട്ടർ കളറും എല്ലാം ഉപയോഗിച്ച് വരച്ചെടുക്കുന്ന രൂപങ്ങൾ ബുക്കിന്റെ പുറംതാളിൽ ഒട്ടിച്ച ശേഷം ഈറയിൽ കെട്ടി ഉറപ്പിക്കുന്നതോടെ മിനിയേച്ചർ രൂപങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകും. ഞാൻ ശ്രീദേവി പടയണി സംഘം ഇലന്തൂര് ഇവിടെ 4 വർഷമായിട്ട് പടയണി അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ കോലെഴുത്തില് ഇപ്പം 4 വർഷം ആവുന്നു. അത് കടവന്തയിലെ ആശാന്മാരുടെ കൂടാണ് കോലെഴുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിന്റെ ഉത്സവ സമയത്ത് മാത്രമേ ഈ കോലങ്ങൾ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. 1-2 ദിവസത്തിനുള്ളിൽ അത് ഇല്ലാതായി പോകും. അപ്പൊ അതിനൊരു മോഡൽ പോലെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പൊ നിലവില് ഒരു ഭൈരവി, ഒരു കാഞ്ഞിരമാല, ഒരു കാലം കോലം. ഇതിനു മുമ്പ് ഒരു 2 വർഷം മുന്നേ ഒരു 2 ഭൈരവി കോലം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ ആശാന്മാർക്ക് ഞാനത് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇത് മെറ്റീരിയലായിട്ട് മെയിനായിട്ട് ബുക്കിന്റെ പുറന്താളാണ്. പഴയ ബുക്കിന്റെ പുറന്താളില് ചാർട്ട് പേപ്പർ ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചിട്ട് അത് തിക്നെസ് കൂട്ടി അതിൽ ബ്രഷ് വെച്ച് മറിച്ചിട്ടുണ്ട്. അതുപോലെ പെൻ ഉപയോഗിച്ചിട്ടുണ്ട്, പോസ്റ്റർ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടാണ്, ചെറിയ വരകള് ബ്രഷ് വെച്ച് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പെൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നിർമ്മിച്ച് 101 പാളഭൈരവിയുടെ 2 മിനിയേച്ചർ രൂപങ്ങൾ ആനന്ദ് പടയണി കോലമെഴുത്തിലെ തന്റെ ആശാന്മാർക്കാണ് സമ്മാനിച്ചത്. കോലമെഴുത്ത് അഭ്യസിക്കാൻ തന്നെ വർഷങ്ങളുടെ പ്രയത്നം ആവശ്യമാണ്. കേവലം 4 വർഷത്തെ കോലമെഴുത്ത് കോലം തുള്ളൽ പഠനത്തിലൂടെ ആനന്ദ് നേടിയെടുത്ത കഴിവ് ഏറെ പ്രാധാന്യവും അർഹിക്കുന്നതാണ്. നിലവിൽ ദേശദേവതയുടെ പ്രതീകമായി ഭദ്രകാളി സങ്കല്പത്തിൽ പടയണിക്കളത്തിലെത്തുന്ന 101 പാള ഭൈരവിയുടെയും പടയണിക്കളത്തിലെ ഉഗ്രമൂർത്തിയായ കാലൻകോലത്തിന്റെയും കാഞ്ഞിരമാലയുടെയും ഗണപതി, പക്ഷിയക്ഷി തുടങ്ങിയവയുടെയുമെല്ലാം ചെറുരൂപങ്ങൾ ആനന്ദിന്റെ ശേഖരത്തിലുണ്ട്. പടയണിക്കോലങ്ങളുടെ ഓരോ ഘടകങ്ങൾക്കും സാങ്കേതിക നാമങ്ങളുമുണ്ട്. അവ മനസ്സിലാക്കുന്നതിന് പടയണി പഠിതാക്കൾക്ക് ഇത്തരം ചെറു മാതൃകകൾ ഏറെ പ്രയോജനപ്പെടുമെന്നും പടയണി ആശാന്മാരും അഭിപ്രായപ്പെട്ടു. പടയണി പാഠ്യവിഷയമായതിനാൽ പഠനോപാധിയായി വിദ്യാർത്ഥികൾക്കും പടയണിക്കോലങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ ഉപകരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.